കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം കേൾക്കാനായി ഒരുങ്ങിയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബൈബിൾ നമ്മൾ കൃത്യമായി പഠിക്കുമ്പോൾ ഈ ഭൂമിയിലെ നിലനിൽപ്പ് വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ഉള്ളൂ. ഇതിനൊരു കാലാവധിയുണ്ട്. 102 സങ്കീർത്തനത്തിൽ ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് എഴുതിയിരിക്കുന്നത് അതിന്റെ 25-26 ഭാഗങ്ങളിൽ, പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാവുന്നു, അവ നശിക്കും, നീയും നിലനിൽക്കും. അവയൊക്കെയും വസ്ത്രം പോലെ പഴകിപ്പോവും, ഉടുപ്പ് പോലെ അവ മാറ്റും, അവ മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ വസ്ത്രം പോലെ നമ്മൾ ധരിക്കുന്ന വസ്ത്രം പഴകിപ്പോകുന്നത് പോലെ ഈ ആകാശഭൂമിയിൽ പഴകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് സ്ഥിരമായൊരു നിലനിൽപ്പില്ല എന്നവിടെ പറയും. രണ്ടാമത് യേശു പറയുമ്പോൾ ഇങ്ങനെ പറയും, സ്വർഗസ്വനായ പിതാവേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിനെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പോൾ ഈ ഭൂമി ഒരു ചേഞ്ച്, ഒരു മാറ്റം, ഒരു പുതിയ ഭൂമിയായി വരണമേ, സ്വർഗീയമായൊരു സന്തോഷം അനുഭവിക്കുവാൻ എന്നാ പ്രാർത്ഥന പറയും. സെന്റ് പോൾ പൗലോസ്ലിയ പറയുമ്പോൾ, റോമാനിൽ പറയുമ്പോൾ, ഒന്നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം, ദൂതന്മാർക്കല്ലോ കീഴ്പ്പെടുത്തുക, ഭാവി ലോകം, മനുഷ്യവർഗത്തിന് വേണ്ടി ഒരു ഭാവി ലോകമുണ്ട് എന്ന് പൗലോസ് അവിടെ പറയും. നാലാമതായിട്ട് പത്രോസ്ലിയ പറയുന്നത്, പത്രോസിൽ എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം എങ്ങനെ, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോവുകയും മൂലപദാർത്ഥങ്ങൾ കത്തിയുകയും ഭൂമിയും അതിനുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇവിടെ തന്നെ നാമോ അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. അപ്പൊ നീതിയും ന്യായവും വസിക്കുന്ന ഒരു പുതിയ ഭൂമി, ഒരു പുതിയ ആകാശം, അതാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ വെളിപ്പാട് 21 അധ്യായത്തിൽ പറയുമ്പോൾ, എന്താ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, സമുദ്രം ഇനിയില്ല. അപ്പൊ സമുദ്രമില്ലാത്ത, മഴയില്ലാത്ത ഒരു പുതിയ ശുദ്ധീകരിക്കപ്പെട്ട ഭൂമി. എന്നിട്ട് അടിയിൽ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അപ്പൊ ദൈവവും മനുഷ്യരും കൂടി ഒരുമിച്ച് വസിക്കുന്ന ശോഭനമായൊരു കാലം, ഒരു നല്ല ഭാവി കാലം ഉണ്ടാകും. അത് യോഹന്നാൻ അവിടെ പറയും. അപ്പൊ നമ്മൾ ഓർക്കണം, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ രക്തം ചൊരിഞ്ഞ് വീണ്ടെടുക്കപ്പെട്ട സഭ, നമ്മുടെ സൃഷ്ടിയുള്ള ബന്ധത്തിൽ ഇത്ര മനോഹരമായി, ഇത്ര അത്ഭുതകരമായി മനുഷ്യ സൃഷ്ടിക്കാൻ ദാവീദ് പറയുമ്പോൾ, ദൈവമേ, ഗംഭീരവും അതിശയവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അതിശയമായി നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളും മനസ്സിന്റെ പ്രവർത്തനങ്ങളും കണ്ണിന്റെ പ്രവർത്തനങ്ങളും ഇങ്ങനെ നോക്കുമ്പോൾ എത്ര ഭയങ്കരമായ ഒരു സൃഷ്ടിയാണ് ദൈവം നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്നത്. ധനവാനോ ദരിദ്രനോ അല്ലെങ്കിൽ വിദ്യാസമ്പന്നനോ വിദ്യാഭ്യാസനോ എന്നുള്ളതില്ല, എല്ലാവരെയും അങ്ങനെ അത്ര മനോഹരമായി നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു. അത് 70-80 വർഷക്കാലത്തേക്ക് മാത്രം വേണ്ടിയല്ല, പിന്നെയോ അത് കോടാനുകോടി വർഷം ദൈവത്തോട് ഒരുമിച്ച് വസിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഇത്ര മനോഹരമായൊരു ശരീരം നമുക്ക് അത്ഭുതകരമായി നമുക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്. നമ്മള് പാപം ചെയ്ത് നരകത്തിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി, നമ്മുടെ സ്വർഗരാജ്യം വീണ്ടും തരുവാൻ വേണ്ടി സൃഷ്ടാവാകുന്ന ദൈവം മനുഷ്യവേഷം ധരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി അവന്റെ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തു. ശുദ്ധ തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവ പാപമില്ലാത്തൊരവസ്ഥയിൽ നമ്മളെ ആക്കി തീർത്തിട്ട് വേണം ആ പുതുവാന ഭൂമിയാകുന്ന സ്വർഗീയ ഭൂമിയിലേക്ക് നമ്മളെ മാറ്റുവാൻ. അതിനു വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, കാൽവരി നമുക്ക് യാഗമായി തീർന്നത്. ഞാൻ എന്നും പറയുന്ന പോലെ, നമ്മുടെ ഇന്ത്യൻ ഭാഷയിൽ പറഞ്ഞാൽ, ജനിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യന്റെ ജാതകം എഴുതാൻ സാധിക്കുമോ? ഇല്ല. എന്നാൽ യേശു ജനിക്കുന്നതിന് 1400 വർഷങ്ങൾക്ക് മുമ്പ് 35ഓളം പ്രവാചകന്മാര് ജനനമരണ പുനരുദ്ധാനങ്ങൾ എഴുതുമ്പോൾ പ്രവാചകന്മാർ നമ്മെ കണ്ടിട്ടില്ല, യേശു അവരെ കണ്ടിട്ടില്ല. ആ തിരുവെഴുത്തുകൾ അതുപോലെ നിവൃത്തിയായി യേശു ക്രൂശമേ കിടന്നുകൊണ്ട് തിരുവെഴുത്തിന് നിവൃത്തിയാകേണ്ടത് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുവാനിടയെ. അങ്ങനെ തിരുവെഴുത്ത് മുറാൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി യാഗമായി അവന്റെ രക്തം കൊണ്ട് ആ പാപമോചനം നമുക്ക് ലഭിച്ചു. എത്രയോ സന്തോഷമാണ്, എത്രയോ അനുഗ്രഹമാണ്. ഈ ഭൂമിയിലെ വാസം കഴിയുമ്പോൾ നേരെ നമ്മൾ ആ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി, ആ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി, സന്തോഷമുള്ള കാലങ്ങളെ നമുക്ക് സ്വന്തമായി തരുവാൻ വേണ്ടി ക്രൂശുമായി കാൽവരിയിലേക്ക് പോയി
രണ്ട് കള്ളന്മാരെ നടുവിൽക്കുന്ന എന്റെ ദൈവമേ, നിങ്ങളുടെ യേശുനാഥനെ നമ്മളെ ഹൃദയത്തിൽ സ്മരിക്കണമേ, നമ്മളെ നോർക്കണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. 50 നോമ്പിന്റെ കാലം 25 നോമ്പ് കഴിഞ്ഞ് ക്രിസ്മസ് കഴിഞ്ഞ് 50 നോമ്പിന്റെ കാലം വരുമ്പോ ആ നോമ്പൊക്കെ നോക്കി പള്ളിയിലൊക്കെ പോയി അതേ നമ്മളെ ഭവനത്തിന്റെ പ്രാർത്ഥനയൊക്കെ നന്നായി നടത്തി ഒരു നല്ല മനസ്സിന്റെ ഉടമയായി ഒരു പുതിയ മനുഷ്യനായി ആ മദ്യപാന ശീലങ്ങള് പുകവലിക്കുന്ന അവസ്ഥ മയക്കുമരെല്ലാം മാറിയിട്ട് ആ നല്ല സന്തോഷകരമായ ഒരു കുടുംബജീവിതം, അപ്പനും മക്കളും ഒരുമിച്ചിരുന്ന് പാടി സ്തുതിക്കുന്ന നല്ലൊരു ഭവനം, ആ ശോഭനമായ ഒരു ഭാവി ഈ പുതുവർഷത്തിൽ നമ്മുടെ ഭവനത്തിനുണ്ടാകുവാൻ ഇടയാകട്ടെ. അതിനായി ആ തിരുവചന സത്യങ്ങളെ നമ്മളൊന്ന് വായിക്കണം. ഒരു ഭിക്ഷക്കാരന്റെ കഥ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. ഗ്രാമാന്തരീക്ഷത്തിൽ തെളിഞ്ഞു വന്ന ഒരു പട്ടണമല്ല, ഗ്രാമാന്തരീക്ഷത്തിൽ തെളിഞ്ഞു വന്ന നാലംകാലുള്ള ഒരു പട്ടണത്തിൽ ധാരാളം പേര് അവിടെ പകൽ മുഴുവനും കൂടുന്ന ഒരു സ്ഥലം. അവിടെ ഒരു ഭിക്ഷക്കാരൻ ആർക്കും ശല്യമില്ലാത്ത ഒരു കോണിൽ വന്ന് ഇങ്ങനെ തെക്കും 2 കൈയും നീട്ടും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതുകൊണ്ട് അയാൾ തർപ്പത്തിനായി സന്ധ്യയാകുമ്പോൾ അയാൾ പോകും. അങ്ങനെ വർഷങ്ങളോളം ആ പട്ടണത്തിൽ അങ്ങനെ നിൽക്കുക, ആർക്കും ഒരു ശല്യമില്ലാത്ത ഒരു ഭിക്ഷക്കാരൻ. ആരോടും അയാൾ സംസാരിക്കുകയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഭിക്ഷക്കാരനെ കാണാതായി വന്നപ്പോൾ അവരെല്ലാവരും അവനെ അന്വേഷിച്ച് എവിടെയായി. അങ്ങനെ അന്വേഷിച്ചപ്പോൾ അവൻ മരിച്ചുപോയി എന്ന് കേൾക്കുവാനിടയായി. അപ്പോൾ അവര് തീരുമാനിച്ചു, ആ പട്ടണവാസികൾ തീരുമാനിച്ചു, നമുക്ക് അവന്റെ ഒരു പ്രതിമയുണ്ടാക്കി പട്ടണത്തിൽ വെക്കണം. ഇവനൊരു നല്ല മനുഷ്യനായിരുന്നല്ലോ എന്ന് പറഞ്ഞവര് ഏകാഭിപ്രായത്തോടു കൂടി അവരെല്ലാവരും കൂടി പിരിവെടുത്ത് അവന്റെ ഒരു പ്രതിമയുണ്ടാക്കിയപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് അവൻ സാധാരണ നിൽക്കാറുള്ള ആ സ്ഥലത്ത് തന്നെ നമുക്ക് ഈ പ്രതിമയെ വെക്കാമെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി ആലോചിച്ച് ചിന്തിച്ച് ആ സ്ഥലത്ത് തന്നെ വെക്കാൻ തീരുമാനിക്കുക. അവര് തൂമ്പ കൊണ്ടുവന്ന് അവൻ നിന്ന സ്ഥലത്ത് തന്നെ കുഴിക്കാൻ തുടങ്ങിയപ്പോ അല്പം കുഴിച്ചപ്പോൾ ഒരു തടസ്സം വരിക. തടസ്സം നോക്കിയപ്പോൾ നല്ലൊരു ചെമ്പുകടം അവൻ നിന്ന സ്ഥലത്ത് അടിയിലിരിക്കും. അത് അവരെടുത്തു നോക്കിയപ്പോ ആ ചെമ്പുകടത്തിന്റെ ഉള്ളിൽ മുഴുവൻ സ്വർണ്ണ നാണയങ്ങളാണ്. ചിന്തിച്ചു നോക്കുകയും ഇതിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് വർഷങ്ങളോളം അവൻ ഭിക്ഷ യാചിച്ചത്. എന്റെ അടിയിൽ ഞാൻ ചവിട്ടി നിൽക്കുന്നത് സ്വർണ്ണ നാണയത്തേനാണെന്നുള്ളവർ അവൻ അറിയാൻ പാടില്ല. അവൻ അറിഞ്ഞിരുന്നെങ്കിൽ എത്രയോ സന്തോഷമായതിനെ ആ നാട്ടിലെ അവൻ കോടീശ്വരനായി മാറുകയില്ലായിരുന്നു. അപ്പൊ അവരെയാതെ ആ സ്വർണ്ണ നാണയത്തിന്റെ മുകളിൽ നിന്നാണ് അവൻ ഭിക്ഷ യാചിച്ച് അവന്റെ കാലം കഴിച്ചത്. നമ്മുടെ ഭവനത്തിലിരിക്കുന്ന വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന അത്ഭുതകരമായ ദൈവിക മർമ്മങ്ങളെ നമ്മൾ ഗ്രഹിച്ച് മനസ്സിലാക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ അതിശയിച്ചു പോകും കേട്ടോ. ഹിബ്രു, അരാമ, ഗ്രീക്ക് എന്നീ ഭാഷകൾ എഴുതി യഹൂദന്മാരെ മൺഭരണങ്ങൾ സൂക്ഷിച്ച മണ്ണിനടിയിൽ കുഴിച്ചിരുന്ന ഗ്രന്ഥം കാൽവറിയിലെ യേശുവിന്റെ യാഗത്താൽ അവൻ ഇരുത്തോണ്ട് വീണ്ടെടുക്കപ്പെട്ട മിഷണറി വീരന്മാര് ത്യാഗവും വേദനയും കഷ്ടപ്പാടുകളും സഹിച്ച് ലോകത്തിന്റെ 5 വൻകരകൾ എല്ലാ സ്ഥലങ്ങളിലും പോയി ലോകത്തിലെ എല്ലാ ഭാഷകളിലും അവരൊരു മാതൃഭാഷയില് ഈ വചനം കിട്ടുവാനുള്ള സംവിധാനമെല്ലാം ഏർപ്പെടുത്തിയപ്പോ അവൻ തുറന്നു നോക്കി വായിച്ച് അതറിയാൻ പാടില്ല അറിയാവുന്നവരുമായ അഭിപ്രായം പറഞ്ഞ് നമ്മുടെ ആത്മജീവിതം സന്തോഷമുള്ളതാക്കണം. അപ്പൊ അതനുസരിച്ച് പാപജീവിതങ്ങളും പാപ സ്വഭാവങ്ങളും പാപ ചിന്താഗതികളും മാറുവാനും പുതിയ അനുഭവത്തിൽ വരുവാനും ദൈവിക സന്തോഷം നമുക്ക് അനുഭവിക്കുവാനും സാധിക്കും. ആ സന്തോഷം നമ്മൾ അനുഭവിക്കുമ്പോൾ അതിന്റെ മുഖാന്തരമായിരുന്ന കാരണമായ കാൽവരി ക്രൂശിനെയും യേശുവിനെയും നമുക്ക് സ്നേഹിക്കുവാൻ ഇടയാകും. നമ്മുടെ ജീവിതത്തിൽ എത്രയോ സന്തോഷമാണ്, എത്രയോ അത്ഭുതമാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ വചനങ്ങൾ നമ്മളൊന്നുകൂടി ചിന്തിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന് കാരണമാകാൻ ഇടയാകട്ടെ. ആ പുതിയ ഭൂമി മാറി വരുമ്പോൾ, ഭാവി ലോകം വരുമ്പോൾ, ഭൂമി സ്വർഗം പോലെ ആയിത്തീരുമ്പോൾ ആരോഗ്യമുള്ള എന്നും ഒരുപോലെ ഇരിക്കുന്ന നല്ല തേജസ്സിന്റെ ശരീരത്തോടുകൂടി ദൈവത്തോടും മനുഷ്യരോടും ദൂതന്മാരോട് ഒരുമിച്ചുള്ള വാഴ്ചക്കാലം നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത്. പ്രഭാതയാമത്തിൽ മഞ്ഞും മഴയും മഴക്കാറുമില്ലാത്ത പ്രഭാതയാമത്തിൽ ഉദിച്ചു വരുന്ന ഉദയസൂര്യന്റെ ശോഭ പോലെ ആ ദൈവത്തിന്റെ പ്രകാശോത്സവ എന്ന് പറയുന്നത് അതിന്റെ അനുരൂപമായ ശരീരത്തോട് ഒരുപോലെ നമ്മൾ ആയിത്തീർന്ന് ആ പുതുവാന ഭൂമിയിൽ ദൈവരാജ്യത്തിൽ പിന്നും താരങ്ങളായി ശോഭിക്കുവാൻ ഈ വചന കേൾവി നമുക്ക് ഇടയാക്കട്ടെ. ഞാനൊരു പാട്ട് പാടി അവസാനിപ്പിക്കാം. മാറി വരുന്നൊരു പുതിയ ആകാശം യാകെ ഞങ്ങൾ കാണുമ്പോ സാഗരമെല്ലാം കരയായി തീരും നേരത്ത്. സാന്ത്വനമില്ലാതെ എല്ലാം കരഭാഗങ്ങളായി ഭൂമിയുടെ എല്ലാ രംഗങ്ങളും ഫലഭൂയിഷ്ടമായി തീരുന്ന കാലം ആണ്.
മാറി വരുന്നൊരു പുതിയ ആകാശം യാകെ ഞങ്ങൾ കാണുമ്പോൾ സാഗരമെല്ലാം കരയായി തീരും നേരത്ത് സ്വർഗത്തെക്കാൾ ഉന്നതനെ കൂടാരത്തിൽ കാണുമ്പോൾ മന്നവനെ മഞ്ഞിൽ സുതനായി വന്നവനെ വീണു വണങ്ങും കർത്താവേ നിൻ പാദത്തിൽ. അങ്ങനെ കർത്താവ് നമ്മൾ നേരിട്ട് കാണുമ്പോ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കുമെന്ന വചനം പൂർണ്ണമായി നിറവേറുന്ന സമയമാണ്. അത് ഞാനൊരു പാട്ടായി എഴുതിയിരിക്കുന്നതാണ്. ഒന്നുകൂടി പാടി അവസാനിപ്പിക്കുക. മാറി വരുന്നൊരു പുതിയ ആകാശം യാകെ ഞങ്ങൾ കാണുമ്പോ സാഗരമെല്ലാം കരയായി തീരും നേരത്ത് സ്വർഗത്തെക്കാൾ ഉന്നതനെ കൂടാരത്തിൽ കാണുമ്പോൾ മന്നവനെ മഞ്ഞിൽ സുതനായി വന്നവനെ വീണു വണങ്ങും കർത്താവേ നിൻ പാദത്തിൽ. ഈ വചനങ്ങൾ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്.